യഥാർത്ഥ സിദ്ധി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് സിദ്ധിയെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്? ഒരാളെ നോക്കുന്ന സമയത്ത് അയാളുടെ മുഖത്തുള്ള തേജസ് കണ്ടാൽ നിങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ, ലാബ് ടെക്നീഷ്യനോ അല്ലാത്ത ഒരാൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഒരു അണുവിനെ കണ്ടുപിടിക്കുകയാണ്, ഒരു വൈറസിനെ കണ്ടുപിടിക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് ഏത് വൈറസ് ആണെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല, അതിനുള്ള പാണ്ഡിത്യം നിങ്ങൾക്കില്ല. അതുപോലെയാണ് നിങ്ങൾ പുറത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ എനിക്ക് അയാളെ കണ്ടാൽ മനസ്സിലാവും, കേട്ടാൽ മനസ്സിലാവും, സംസാരിച്ചാൽ മനസ്സിലാവും എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ ആരാണ്? നേരത്തെ അതുകൊണ്ടാണ് പിന്നിൽ നിന്നൊരു ചോദ്യം വന്നു, ഞാൻ ആരാണെന്ന്. ഇത് എല്ലാവരും ചോദിക്കുന്നതാണ്. രമണ മഹർഷിയാണ് അതിന് ഈ അടുത്ത കാലങ്ങളിൽ തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാണെന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു തമാശ ചോദ്യങ്ങൾ മാത്രമായിട്ട് ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് വെറുതെ ചോദിക്കുന്ന, ഞാൻ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തന്നാലും നിങ്ങളതാവൂല, വെറുതെ ഭ്രാന്ത് പറയുന്നതാണ്. ചില ആളുകൾക്ക് ഹാലൂസിനേഷനാണ്. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കാണുക. ഇതിന് ഹാലൂസിനേഷൻ എന്ന് പറയും. ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, ഇല്ലാത്ത ശബ്ദങ്ങളിൽ സംസാരിക്കുക, രാത്രി ഇറങ്ങി നടക്കുക. ഇത് ആധുനിക ശാസ്ത്രം പറയുന്നത് വേറൊരു തരത്തിലുള്ള മനോവ്യഥയാണ്, അല്ലെങ്കിൽ മനോരീതിയാണ്. അപ്പം നമുക്ക് മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനസ്സിൻ്റെ സ്വഭാവം ഇതാണ്. അപ്പം നമുക്ക് മനസ്സിന് പ്രത്യേകതകളുണ്ടെന്ന് അറിയാലോ. സാത്വികമായ ഒരു മനസ്സ്, രജോ ഗുണമടങ്ങിയ ഒരു മനസ്സ്, തമോ ഗുണമടങ്ങിയ ഒരു മനസ്സ്. ഞാനിതിനെ ന്യായീകരിച്ചത്, നേരത്തെ പറഞ്ഞതിനെ സ്വാധൂകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തമസ്സും സാത്വികമായ കാര്യങ്ങളും രണ്ടും ഒന്നാണെന്ന് തോന്നും. സാത്വികമായ ഭാവം എന്ന് പറയുന്നത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ധർമാതിധർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന, എന്നാൽ എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്ന വ്യക്തികളെ അധികം ആരോടും സംസാരിക്കാതെ, തൻ്റെ എനർജി അനാവശ്യമായി വേസ്റ്റാക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സാത്വികനായി നമുക്ക് കണക്കാക്കാം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പണ്ഡിതോചിതമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. തമസ്സുള്ള ആളുകളുടെ അവരൊന്നും മിണ്ടാതെ ഒരു മൂലക്കിരുന്ന് വെറുതെ ജീവിതം പാഴാക്കും. ഇത് കാണുന്ന ആളുകൾ, നമ്മളെപ്പോലെ കാണുന്ന ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞ കാഴ്ചയുടെ വ്യത്യാസം, രണ്ടും ഒന്നാണെന്ന് തോന്നും. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഇതാണ്: സത്വഗുണവും തമോ ഗുണവും ഒന്നാണെന്ന തോന്നലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരാണ് നിങ്ങൾ ഇതിനെ കണ്ടുപിടിക്കാൻ? അയാൾക്ക് സത്വഗുണമുള്ള ആളാണ്, അയാൾക്ക് രജോ ഗുണമുള്ള ആളാണ്, അയാൾക്ക് തമസ് ഉള്ള ആളാണ്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറയും അത് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ആരാണ്? നിങ്ങൾ ചോദിച്ച ചോദ്യം, ഞാൻ ആരാണ്? ഇത് കണ്ടുപിടിക്കാൻ ഞാൻ ആരാണ്? എന്നെ നിയോഗിച്ചത് എന്താണ്? ഞാനതിനൊരു തെളിവ് കൂടെ നിങ്ങളോട് പറയാം. 10,000-കണക്കിന് ആളുകൾ, വലിയ മഹാന്മാരായിട്ടുള്ള തപസ്വികൾ സാധാരണ വേഷത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. നിങ്ങളാരും അവരെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ മുന്നിലൂടെ ഒരുപാട് ആളുകൾ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അവരെയൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ഓരോ ആശ്രമങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. അപ്പം നമ്മൾക്ക് മനസ്സിലാവില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ തന്നെ പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെ ഇത് വീണ്ടും അതിനു മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ഗുരുവിനെ നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല.